വിമാനം പോകണം. അതാ ഇതാണോ ക്യാമ്പസ്? ആ ഒരു സംഭവമായിരുന്നു. പോകുന്നില്ലേ ഹോസ്റ്റലിലോട്ട്? ഇതാണ് ചോദ്യം. ഇതൊക്കെ ഉള്ളതാണല്ലേ? ഇത്ര അടിപൊളിയാണോ? പിന്നെ അവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു, അതിപ്പോ മയിലൊക്കെ വരുന്ന കാണാം. ആര്? മയില്. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ഒന്നുമില്ല. ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ വീടിന്റെ അടുത്തൊക്കെ JCB ഒക്കെ വരുമ്പോ ഞാൻ അന്ന് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് JCB ഇങ്ങനെ നോക്കിക്കാന്. അതുകൊണ്ട് ഈ വിമാനം അതൊക്കെ ഭയങ്കര രസമായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിക്കാന്. ചെറുപ്പത്തിൽ അല്ല ഇപ്പോഴും അതൊക്കെ കണ്ടിങ്ങനെ നോക്കിക്കോ. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് പിന്നെ വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്താണ് എജുപോർട്ടിൻ്റെ ഈ ഒരു ഗേൾസ് ഓൺലി ക്യാമ്പസുള്ളത്. അവിടുത്തെ എന്തായാലും പേര് രേവതിയാണ് ഇന്ന് കൂടെ ഉള്ളത്. രേവതി ഇവിടെ നീറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിൻ്റെ കൂടെ നമുക്ക് ഈ ക്യാമ്പസ് ഒന്ന് പെട്ടെന്നൊന്ന് കാണാം, ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പെട്ടെന്ന് അറിയാം. സോ രേവതിക്ക് ഇങ്ങനെ വിമാനം നോക്കിക്കുക, ഇത് നോക്കിക്കുക, അങ്ങനത്തെ വൈബൊക്കെ ഉണ്ടോ? ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം ഈ എയർപോർട്ടാണല്ലോ അടുത്തപ്പോ ഞങ്ങൾ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ സംഭവം അറിഞ്ഞൂടാ. അങ്ങനെ റൂമിൽ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരാൾ വന്ന് പറയുന്നത് വിമാനം പോകുന്ന പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൊണ്ടും. അപ്പൊ ഒരാള് മിററിന്റെ അവിടെ നിൽക്കുമ്പോ വിമാനം പോകുന്നുണ്ട്. അപ്പത്തേക്കും പിന്നെ കൂട്ടത്തോടെ പോയി നിക്കലായി. പിന്നെ എപ്പോഴും വരുന്നുണ്ടോ ആ ഒരു ക്യൂരിയോസിറ്റി. അതായത് ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്നതായിരുന്നല്ല, അതിന്റെ ഒക്കെ ഒരു 100x വലിപ്പത്തിൽ കാണാൻ പറ്റും, അത്ര അടുത്ത് കാണാൻ പറ്റും. നമ്മൾ താഴെത്തുമ്പോഴേക്കും ഇവിടെ ഇനിയിപ്പോൾ വണ്ടിയിൽ അടുത്ത വണ്ടി കണ്ണൂർ എക്സ്പ്രസ് എന്നാ 4:45 ഒരു വിമാനം വരാണ്ട്. അത് നമുക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. സോ അവിടെയാണ് റൺവേ വരുന്നത്. ഓക്കെ. സോ രേവതി, എന്താണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്? ഇവിടുത്തെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞ അടിപൊളിയാണ്. ഭയങ്കര മൈൻഡ് ഒക്കെ ആണെങ്കിലും ഭയങ്കര റിലാക്സിങ് ആയിട്ട്. ഇപ്പൊ നീറ്റ് അറിയാലോ, ഭയങ്കര സ്ട്രെസ് ആണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും നമുക്ക് മൈൻഡ് ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് അവിടെ സ്റ്റെപ്പിലൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു ഭയങ്കര നാച്ചുറലൊക്കെ ആണെങ്കിലും ഫുള്ള് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതാണ് വിമാനം പോണ്. കണ്ടാ പറയുന്നത് കറക്റ്റ് ടൈമാണ്. 4:45 ഷാർപ്പ് ടൈം. കൊണ്ടോട്ടി ടൗണിന്റെ അത്ര അടുത്താണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിലും വന്നപ്പം ഒരു നമ്മൾ വിചാരിക്കും ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ മറ്റേ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ് ആ ഒരു ഇതാണല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇതാണോ ക്യാമ്പസ്? ആ ഒരു സംഭവമായിരുന്നു. ഇതാണോ ഹോസ്റ്റൽ, ഇതാണോ ക്യാമ്പസ്? ഞാനും വന്നപ്പോ ഇത്ര അടിപൊളിയോ. ഇവിടെ ഫുള്ളാണെങ്കിലും ഭയങ്കര ടർഫും. അങ്ങനെയാണ് എനിക്കിത് ഇവിടെ ആദ്യം വന്നപ്പോ എനിക്ക് തോന്നിയത്. ഇപ്പൊ ഒരു കൊല്ലം കഴിയാനാവുമ്പോ എനിക്ക് എന്താണ് തോന്നുന്നത്, ഇവിടെ മിസ് ചെയ്യും. പോയി കഴിയുമ്പോ നല്ല രീതിക്ക് മിസ് ചെയ്യും. കോട്ടയം പാലാണ്. ഓക്കെ. യെസ്, പാലയെന്നാണ് ഇവിടെ ഈ കൊണ്ടോട്ടി എജുപോർട്ടിന്റെ ഗേൾസ് ഓൺലി ക്യാമ്പസിൽ പഠിക്കാൻ വന്നിരിക്കുന്നത്. ഓക്കെ. പേരൻസിന് ഇവിടെ വന്നപ്പോ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടേ ഇല്ല. അതായത് അമ്മയുടെ വീട്ടിലാണെങ്കിലും കൂടി പോയി 3 ദിവസം 4 ദിവസം, അല്ലാണ്ട് അച്ഛനും അമ്മ ഉണ്ടാവും. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. അപ്പൊ അവർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോ ഭയങ്കര ടെൻഷൻ. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നത് അങ്ങനെ ഒരു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. എങ്ങനെയാകും, എനിക്ക് ഫുഡ് അങ്ങനെ എല്ലാം ഒന്നും പറ്റൂല. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ വേറെ. പിന്നെ ഇനിയിപ്പം ഭാഷ സ്ലാങ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവുമോ, അതൊക്കെ വീട്ടുകാർക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നെ വീട്ടിൽ വന്നാലും പോകുന്നില്ലേ ഹോസ്റ്റലിലോട്ട്? ഇതാണ് ചോദ്യം. ഇപ്പൊ ഒരു പേടിയില്ല. കാരണം വാടന്മാരൊക്കെ ആണെങ്കിലും വീട്ടുകാരെ പോലെ തന്നെ ഫുഡ് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഇപ്പൊ അവർക്ക് ഒരു പേടിയില്ല. അതായത് വീട്ടുകാർക്ക് ആദ്യം എന്നെ അങ്ങോട്ട് വിട്ടപ്പം ഭയങ്കര അത് റെഡിയാവും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം റെഡിയായി. അപ്പോൾ ഭയങ്കര ഫുള്ള് റെഡിയായി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാന്ന് തോന്നില്ലേ? വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്നാ പോകുന്നില്ലേ? ഇതാണ് ചോദ്യം. അമ്മേ, എനിക്ക് വേറെ ആരാളുള്ള ഒരു ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ വീട്ടിലാകെ ഇനി മാത്രമേ ഉണ്ടാവുള്ളൂ, അച്ഛന്റെ അമ്മന്റെ കൂടെ. ഇപ്പൊ ഇനിയും പോന്ന് അപ്പൊ ഊരൊക്കെ വിഷമിച്ച് ഓലിങ്ങനെ. അവര് ആദ്യമൊക്കെ വീട്ടില് നോൺ വെജ് ഉണ്ടാക്കൂലായിരുന്നു. അതായത് ഞാനും ചേച്ചി ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ ഇങ്ങനെ വിളിക്കുമ്പോ പറയും ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് ചിക്കനൊക്കെ വെച്ചിട്ട് കുറെ നാളെ നീ വരുമ്പോ വേണം വെക്കാൻ. ഞാൻ പറയും എനിക്കിവിടെ ഇന്നും ചിക്കനാ. പറയോ നീ എവിടെ ചിക്കൻ കഴിക്കുന്നു, ഞങ്ങളിവിടെ നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായെന്നറിയാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ വരുമെന്ന് അവര് പറയും. ഓക്കെ. അപ്പൊ ഈ ഫ്രണ്ട്സിനോടൊക്കെ ഇവിടുത്തെ ഈ ഒരു വൈബ് പറയും പോലൊക്കെ എന്താ പറയല്? എന്തിനാ ഇങ്ങനെ തള്ളണം, ഇതാണ് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോ ഞാൻ ഇങ്ങനെ പറയും ടർഫ് ഉണ്ട്, എയർപോർട്ട് അടുത്താണ്. അപ്പൊ അവരൊക്കെ പറയും തള്ളാന്ന് പറയും. അത് കഴിഞ്ഞ് വീട്ടില് നമ്മള് വേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ സ്നാപ്പ് വയ്ക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഉള്ളതാണല്ലേ. പിന്നെ അമ്മയൊക്കെ വരുമ്പോ ഞാൻ ഫോട്ടോ എടുക്കും. എന്നിട്ട് ഫോൺ ഇവിടെ ഇല്ലല്ലോ, വീട്ടിൽ ചെല്ലുമ്പോ അവർക്ക് അയച്ചു കൊടുക്കുമ്പോ ഇതൊക്കെ ഉള്ളതാണല്ലേ, ഇത്ര അടിപൊളിയാണോ, അങ്ങനത്തെ ഇതാണ് അവര് ഭയങ്കര ഇതായിട്ട് പറയാ. അവര് തന്നെ ഇത് ഞാനേ ഇവിടെ വന്നപ്പോ ഫുൾ എക്സൈറ്റഡ് ആയി. അപ്പൊ ഇത് അയക്കുമ്പോഴത്തേക്കും അവരും അത് തന്നെയാണ്. ഫാക്കൽറ്റീസിനെ കുറിച്ച് തന്നെ അടിപൊളി.
അടിപൊളിയാണ്. ഇപ്പൊ ക്ലാസ്സസ് ആണെങ്കിൽ നമ്മളൊരു എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ പൊട്ടത്തരാണോ അതാണെങ്കിലും ചോദിക്കാം. അവര് ഒരു നെഗറ്റീവ് അവർക്ക് ഉണ്ടാവൂല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരും. ഇപ്പൊ ചെറുപ്പം ക്ലാസ് എടുക്കുമ്പോൾ നല്ല ടഫ് ടോപ്പിക് വരുമല്ലോ, പക്ഷെ അതൊക്കെ ഓരോ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഡൗട്ട് ഉണ്ടാവും, പക്ഷെ വലിയ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡൗട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും പോയി ചോദിക്കുമ്പോൾ അത് നല്ല രീതിക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ എല്ലാ ഫാക്കൽറ്റീസ് ഒന്നിനൊന്നിന് അടിപൊളിയാണ്. എന്നാലും ഏതൊരു ഫാക്കൽറ്റി എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നി? അങ്ങനെ ഇന്നൊരാളെന്നില്ല, എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും ആ ക്ലാസ്സസ് ആണെങ്കിലും ഭയങ്കര ഇന്ററാക്റ്റീവ് ആണെങ്കിലും നമുക്ക് അവരെന്തെങ്കിലും പറയുമ്പോൾ അവരിപ്പോൾ തമാശ ക്ലാസ്സിനടുത്ത് പറയില്ല, അതൊക്കെ നമ്മൾ തിരിച്ചു അതേപോലെ തന്നെ അതേ വൈബിൽ പറഞ്ഞ് ബിലാൽ സാറ്, ഷബീർ സാറിന്റെ ക്ലാസ് അടിപൊളിയാണ്. സാറ് ഒറ്റത്താണ് പറഞ്ഞാൽ മതി നമുക്ക് മനസ്സിലാവും. കാരണം പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങനെ വെട്ടി. പിന്നെ സനാഫ് സാറിന്റെ ക്ലാസ് ആദ്യം സാറ് ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ സാറ് വേറൊരു ചാപ്റ്റർ രണ്ടാമതൊരു ചാപ്റ്റർ എടുക്കാന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ സാറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സാറ് പിന്നെ സാറിന്റെ ക്ലാസ് ഒക്കെ പിന്നെ വൈബായി നല്ല രസമായിരുന്നു. പക്ഷെ പുറത്തുള്ള കാര്യങ്ങളല്ല, ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ സബ്ജക്ട് വൈസ് ആണെങ്കിലും ഇങ്ങനെ പ്രോബ്ലം ചെയ്തു പോകുമ്പോഴും നല്ല രസം, എന്തെങ്കിലുമൊക്കെ ഫണ്ണൊക്കെ വരൂലേ സിറ്റുവേഷണൽ ആയിട്ട്. ഓക്കെ, അങ്ങനെയാണ് ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങൾ. സോ മെന്റേഴ്സിലേക്ക് വരുമ്പോൾ മെന്റേഴ്സ് അടിപൊളിയാണ്. നമുക്ക് എന്ത് ഓപ്പൺ ആക്കി പറയാം. ഇപ്പൊ പെട്ടെന്ന് ഇപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കും, ഇത്രയും സ്ട്രെസ്സും റിപ്പീറ്റ് നല്ല സ്ട്രെസ് ആണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് പെൻഡിങ്ങുകൾ കുറേ ഉണ്ടാവും. പെൻഡിങ് ഒക്കെ വിചാരിച്ചിട്ട് ഞാനിപ്പം വന്നിട്ട് കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആണെങ്കിലും അടുത്ത മെന്റേഴ്സിന്റെ അടുത്തൊക്കെ പോയി പറയുമ്പോഴും അവർ പറയും സാരല്ല, അത് ഇന്നൊരു ഇത് വെച്ചിട്ട് അതിനെ വെച്ച് പഠിച്ചു പോയാൽ മതി. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് ആയിരിക്കും. അപ്പോൾ ഇവര് തന്നെ ഉണ്ടാവാറുള്ളൂ മെന്റേഴ്സ്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡ് ഫുള്ള് ഫ്രീ ആവും. ഡൗൺ ആയി നിൽക്കുമ്പോൾ ഒക്കെ എപ്പോഴും മെന്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വാർഡന്മാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? പാരന്റ്സിനെ പോലെ തന്നെയാണ്. ആണോ? ഇവിടെ വാർഡന്മാരാണെങ്കിൽ എന്ത് കാര്യത്തിനും നമ്മുടെ അടുത്തുണ്ടാവും. അപ്പൊ മിസ് ഇവിടെ സിന്ധു മിസ് ഒക്കെ ഉണ്ട്. സിന്ധു മിസ് ഒക്കെ ആണെങ്കിൽ രാത്രി പകലില്ലാണ്ട് വർക്ക് ചെയ്യും. രേഖ മിസ്, സിന്ധു മിസ്, ഇവരൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. എന്തും അവരുടെ അടുത്ത് പറയാം, എന്തിനും കൂടെ ഉണ്ടാവും. ആ ഒരു വൈബ്. വാർഡന്മാര് അമ്മയെ പോലെയാണ്. അതെ. മെന്റർ ആരെ പോലെയാണ്? സിബ്ലിങ്സിനെ പോലെ തന്നെയാണ്, ചേച്ചിയെ പോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ സിംഗിളിന് ഞങ്ങൾ ക്യാമ്പസ് ടൂർ എടുത്തപ്പോൾ ദിയയും നക്ഷത്രമൊക്കെ പറഞ്ഞ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, റെഡി. ഈ ഒരു സ്റ്റെയർ ആണോ യൂസ് ചെയ്യല്? ഈ ഒരു വഴി ആണോ യൂസ് ചെയ്യല്? സ്റ്റെപ്പിന്റെ പറഞ്ഞപ്പോൾ പണ്ട് ഞാൻ സുഹേൽ സാർ കൂടി ഇവിടെ ഒരു ക്യാമ്പസ് ടൂർ നടത്തിയപ്പോൾ ഇത് എണ്ണി നോക്കിനു. എനിക്ക് തോന്നുന്നു 53 എണ്ണം അങ്ങനെയാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ സ്റ്റെപ്പ്? യെസ്, എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് വരെ റിസപ്ഷൻ. ഭയങ്കര വലിയ വിശാലമായിട്ടുള്ള റിസപ്ഷൻ തന്നെയാണ്. യെസ്, വലിയൊരു റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ തന്നെ വന്നിട്ട് കാണുന്ന വലിയൊരു റിസപ്ഷൻ തന്നെ. യെസ്, അങ്ങനെയെങ്കിൽ ഇതിൽ നമുക്ക് നടന്നിട്ടൊന്ന് ക്ലാസ് റൂമിൽ തന്നെ ആദ്യം കയറിക്കണം. ഓക്കെ, ക്ലാസ് റൂമിലേക്ക് കയറുന്നു. യെസ്, ക്ലാസ് റൂം. ഇതാണ് ഇവരെ ക്ലാസ് റൂം. കിടുക്കാച്ചി ക്ലാസ് റൂം. 4 AC ഉണ്ട്, ഇഷ്ടംപോലെ ഫാൻ ഉണ്ട്, ഡിജിറ്റൽ ബോർഡ് ഉണ്ട് ഫ്രണ്ടിൽ, എല്ലാം സെറ്റാണ്. ഇവിടുന്ന് പുറത്തേക്ക് കിടുക്കാച്ചി വ്യൂ ഉണ്ട്. അത് നമ്മൾ പുറത്ത് പോയിട്ട് തന്നെ കാണിച്ചു തരാം. ഈ എക്സാമിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? എക്സാം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്ന ടൈമിൽ എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ്? ക്ലാസ് ഇപ്പോൾ ഡിസംബറിൽ ഫുൾ പോർഷൻ കഴിഞ്ഞു. ഡിസംബറിൽ ഫുൾ കഴിഞ്ഞു. ഓക്കെ, അതിന്റെ മുന്നേ എങ്ങനെയായിരുന്നു എക്സാമുകൾ? അതിന് മുന്നേ ഇപ്പം നമുക്ക് ഈ ഒരു വീക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സൺഡേ എക്സാം ഉണ്ടാവും. ഓക്കെ, ഒരു വീക്കിൽ പഠിപ്പിക്കുന്ന കാര്യം സൺഡേ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മന്ത് അവസാനം ആകുമ്പോഴത്തേക്കും മന്തിൽ ഫുൾ ഉണ്ടാവും. പിന്നെ നേരത്തെ ആദ്യം തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് ഫുള്ളും കൂടെ കൂട്ടിയിട്ട് ക്യുമുലേറ്റീവ് ഉണ്ടാവും. അങ്ങനെ അതായത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ഒരു റിവിഷൻ നടത്തി സമയത്ത് പോകാനുള്ള ഒരു സെറ്റപ്പ്. ഓരോ എക്സാം കഴിയുമ്പോൾ നമുക്ക് ഓരോ റിവിഷൻ കൂടെ ആവും. അതായിരുന്നു ഡിസംബറിൽ പോർഷൻ തീരുന്നതിന്റെ മുന്നേ വരെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഈ ഒരു ഏപ്രിൽ മന്ത്, അതായത് എക്സാമിന്റെ ജസ്റ്റ് ലാസ്റ്റിലത്തെ ആ ഒരു 1 മന്ത്, അവിടെ എങ്ങനെയാണ് എക്സാം നടക്കുന്നത്? അവിടെ നമുക്ക് മൊത്തം 22 എക്സാം ഉണ്ട്. അത് ഫുൾ ടെസ്റ്റ്, നീറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ 2 to 5 22 എക്സാം ഉണ്ട്. അതായത് ഈ ഒരു ഏപ്രിൽ മാസം മാത്രം, മെയ് 1 വരെ, അതായത് ഏപ്രിൽ നാളെ തൊട്ടിട്ട് മെയ് 1 വരെ ഫുൾ ഉണ്ടാവും. അതിൽ 10 എണ്ണം നമ്മൾ കമ്പൽസറി ആയിട്ട് എഴുതണം. ബാക്കി നമ്മൾ പഠിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. 10 എണ്ണം എന്തായാലും എഴുതണം. ആ ഒരു 10 എണ്ണം ഒരു 2 ദിവസം കൂടുമ്പോൾ അങ്ങനെ തന്നെ ഓക്കെ എക്സാം വരുന്ന ആ ഒരു രീതിയാണ്. നല്ലൊരു റിവിഷൻ സെറ്റപ്പ് ആണ്. ടാബിലുണ്ട്. ടാബിൽ ഒരു ദിവസം രാവിലെ 8:30 ഒരു മോക്ക് ഡ്രിൽ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം 7:30 ഉണ്ട്. അങ്ങനെ ടാബിലും എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് പഠിക്കണത് ചെറിയൊരു ബോധമുള്ള ഒരു കുട്ടിയാണെങ്കിൽ എന്തായാലും ഇതൊക്കെ എഴുതി പഠിച്ച് വൃത്തിക്ക് ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ടാബിൽ PYQs ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് സ്കോർ ബോർഡ് ഉണ്ടാവും.
അപ്പൊ അതിൽ നമ്മുടെ സ്കോർ ഉണ്ടാവും. ഇവിടെ എൻ്റെ ഒരു വളരെ മോശം റാങ്കും ഏറ്റവും ഒരു അടിപൊളി റാങ്കും ഏതായാലും? മോശം റാങ്ക് വന്നത് 59. 59. ഓക്കെ. ടോപ്പ് റാങ്ക് വന്നത് 9 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് 1ലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയുണ്ട്. നല്ല അതെന്റെ മുഖത്തുണ്ട് ആ ഒരു എങ്ങനെയാലും ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ളതന്നെ. ഇവിടുത്തെ ജസ്റ്റ് പുറത്തേക്ക് നോക്കുമ്പോ പീറ്ററെ തുറക്ക് അല്ല തുറക്ക്. ഓക്കെ, യെസ്. ഇവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കലുണ്ടോ? പിന്നെ ക്ലാസ്സിന്റെ ബ്രേക്കിന് ഞങ്ങളുടെ മെയിൻ പ്ലേസ് ആണ് ഇവിടെ. ബ്രേക്കിന് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് ഇവിടെ നേരെ ഓപ്പോസിറ്റ് സ്റ്റോർ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും. എന്താ ആലോചിക്കല്? വർത്താനം പറയും. അപ്പോൾ ഇതാണ് പോലെ സ്റ്റഡി ഹാള്. സോ സ്റ്റഡി ഹാൾ എന്ന് പറയുമ്പോൾ സ്റ്റഡി ഹാളിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇനി പറയാം. സ്റ്റഡി ഹാൾ നമുക്ക് ക്ലാസ്സിലെ ടൈം ഫുൾ സ്റ്റഡി ഹാളിൽ തന്നെയാണ്. ഇവിടെ ഉള്ള പിള്ളേരൊക്കെ ആയിട്ട് പോയി അവര് ഫുഡ് കഴിക്കാൻ പോയി. ഓക്കെ, എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. എ സി ഒക്കെ വർക്കിംഗ് ആണ്, ഫാനും ഉണ്ട് ആവശ്യത്തിന്. അത് വിൻഡ് തുറന്ന മറ്റേ വ്യൂ തന്നെയുണ്ട്. യെസ്, നമ്മളെ ക്ലാസ് റൂമിന്റെ നേരെ താഴെയാണിത്. അപ്പൊ ക്ലാസ് റൂമിന്റെ വരാന്തേന്ന് കണ്ട അതേ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇതിന്റെ വരാന്തേന്ന് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റഡി ഹാളിൽ നിന്നാണ് നമുക്ക് വെളിയിൽ ഇറങ്ങിയിരുന്ന് പഠിക്കാനും പറ്റും. ഇതിന്റെ പുറമേന്ന് പഠിക്കാനും പറ്റും. യെസ്, അപ്പൊ ഇതാണ് മെസ്സ്. ഇവിടെ ഇരിക്കാനൊന്നുമില്ല, ഇവിടെ നിന്ന് ഇരിക്കണോ? ഓ, ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയാണ്. ഇതുണ്ടോ, ഇത് ഉള്ളോട്ട് മടക്കിയേക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം ഇവിടെ ഇട്ടിട്ട്. അതെ അതെ. ഇപ്പൊ ഇവിടെ ഉള്ളത് മുട്ടക്കറിയും വെള്ളയപ്പമാണ്. വെള്ളയപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൂ പോലുള്ള വെള്ളപ്പം, അടിപൊളി വെള്ളപ്പം. ആൻഡ് ഇത് മുട്ടക്കറിയാണെന്ന് ഞാൻ വിശ്വസിക്കൂല. കാരണം എന്താ വെച്ചാൽ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ വിചാരിക്കുക ഇവിടുത്തെ ചിക്കൻ കറിക്ക് എന്ത് ടേസ്റ്റ് ചെയ്യും അല്ലേ? ഉച്ചക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു രാത്രി ചെറിയൊരു ഫുഡാക്കി മാറ്റാൻ കാരണം മേ ബി ഉച്ചക്ക് നല്ല എന്തെങ്കിലും ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, മോരുണ്ടായിരുന്നു, പിന്നെ വൻപയറിന്റെ മെഴുക്കുവരട്ടി, ഇന്നലെ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു രാത്രി. എല്ലാ ദിവസവും ക്ലീനിങ് ചേച്ചിമാരുണ്ട്. റൂം ആണെങ്കിലും നമുക്ക് അടുക്കി പെറുക്കി കണ്ട് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരൊന്നും ചെയ്തിട്ടു. മെസ് ആണെങ്കിൽ എപ്പോഴും ക്ലീൻ ആയിരിക്കും. ഇപ്പൊ ഫുള്ള് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്ലീൻ ആക്കും. ആൻഡ് ലോണ്ടറി ഉണ്ട്. അതായത് ഫുഡ് റെഡിയാണ്, റൂം റെഡിയാണ്, എല്ലാം അലക്കി തരും, ഒക്കെ റെഡിയാക്കി തരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, പഠിച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യം. രണ്ട് വെള്ളപ്പൊടി കുത്തി കയറ്റി. പാലയിലൊക്കെ ഫേമസ് ആണോ? ഇറച്ചി പിടിച്ചൊക്കെ പാലയിൽ ഫേമസ് ആണോ റോബേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ നീറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ ഇവളെ ഇന്റർവ്യൂ എടുക്കാൻ എന്തായാലും പോകും. ഉറപ്പല്ലേ? വരേണ്ടി വരും, ഉറപ്പായിട്ട് വരേണ്ടി വരും. അപ്പൊ ഈ ഇടിയിറച്ചും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ചോടാൻ യെസ്. അയ്യോ, ചെറുപ്പിട്ട് പോയി. ഇതാണ് ഇവരെ റൂം. ഒരു ആവശ്യത്തിന് വലുപ്പമുണ്ട്, ആവശ്യത്തിന് ഒരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് ഒരു 4 ഷെയർ അല്ലേ? ഇതാണ് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളെ റൂമിൽ കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മുടെ റൂമിൽ വരുമ്പോൾ, ക്ലാസ് കഴിഞ്ഞിട്ട് റൂമിൽ വരുമ്പോൾ ആ ഒരു ഫീലാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്റെ റൂമിൽ കിടക്കുമ്പോൾ എനിക്ക് എന്റെ റൂമായിട്ട് തോന്നില്ല. ഇവിടുത്തെ ഇപ്പൊ എന്റെ റൂം. ഇവിടുത്തെ ഗേൾസ് ഹോസ്റ്റലിൽ എന്തെങ്കിലും വീഡിയോസ് വാങ്ങിയോ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ഇംഗലിൽ പോകാനാ പ്ലാൻ ചെയ്തത്, പിന്നെ എസ്കോളയിലേക്ക് ആക്കി. അപ്പൊ എസ്കോളയിലെ വീഡിയോ വരുന്നുണ്ടോ എന്നും നോക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറിന്റെയും സോഹേൽ സാറിന്റെയും വീഡിയോ വന്നത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാരെ വിളിച്ച് കാണിച്ചെടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് വന്നത്. അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എല്ലാം ഫുൾ ഇഷ്ടപ്പെട്ടു. ഇത് വരണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വന്ന് കണ്ടു. ആ വീഡിയോയില് കണ്ടതും ഇവിടെ പിന്നെ വന്നപ്പോഴും എന്തെങ്കിലും മാറ്റം? കറക്റ്റ് ആണ്, ഒരു മാറ്റമില്ല. പിന്നെ അവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു, അതിപ്പോ ഞാൻ വന്നപ്പോഴേ നോക്കി അതാണ് അത് അവിടെ ഉണ്ടോ. ആ ചക്കയൊക്കെ സുഹേൽ സാർ കൊയ്ത് കൊണ്ടുപോയി. നല്ല മായ വരാൻ പോകുന്നുണ്ട്. നല്ല മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ്. ആ ആംബിയൻസിലാണ് നമ്മള് ടർഫിലേക്ക് കയറുന്നത്. അപ്പം ഞങ്ങളിവിടെ ടർഫ് വന്നപ്പോ ഭയങ്കര ടർഫോ ആ ഒരു സംഭവമായിരുന്നു. നമ്മളിങ്ങനെ ഇപ്പം ടൗണിലൊക്കെ അല്ലേ കാണുള്ളൂ. ഇവിടെ വന്നപ്പോ ഭയങ്കര. പിന്നെ ഞങ്ങൾ സൺഡേസിൽ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പാട്ട് പാടലും. സാധാരണ ഞാൻ ഫുട്ബോൾ കളിക്കാനാണ് യൂസ് ചെയ്യുക, പക്ഷെ ഞങ്ങൾ പാട്ട് പാടല്, മറ്റേ കണ്ണുകെട്ടിക്കളി, ഓട്ടപ്പിടുത്തം, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ടർഫ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹോസ്റ്റലിന്റെ ടർഫ് എന്നുള്ള ഹോസ്റ്റലിന്റെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കി. ബാമക്കൊന്നും കൊടുക്കാം. ഇതാണ് വില ഹോസ്റ്റല്. ഇതിനെക്കുറിച്ച് അയ്യോ എന്നോട് ഇത്രയും കഴിഞ്ഞിട്ട് പേര് പറഞ്ഞു പോയി. ഞാൻ പറയാ, ശ്രീ നന്ദ ആരതി രേവതി. ഓക്കെ, രേവതി. യെസ്, രേവതി ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ ഫ്രണ്ട്സിനോട് പറയുമ്പം, അല്ലെങ്കിൽ പേരൻസ് ഇങ്ങോട്ട് വരുമ്പം പേരൻസിൻ്റെ ഫോൺ ഉപയോഗിച്ച് സ്നാപ്പ് അയച്ചൊക്കെ കൊടുക്കുമ്പം
ഒന്ന് പേടാ, ഇത് തള്ള്, ഇതാണോ നിങ്ങൾ ഹോസ്റ്റൽ എന്നുള്ള രീതിക്കാണ് പറയില്ല. അതായത് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് ഇത് തള്ളാണെന്ന് തോന്നിപ്പോകുന്ന അത്ര അടിപൊളിയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. ആ ഒരു സംഭവം യെസ്, അത്ര അടിപൊളിയായിട്ടുള്ള ഇത് ഇതാ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇതിൽ നടന്നാ പഠിക്കാൻ. ഞാൻ ഇതിലെ ടർഫ് കൂടിയാ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് വരാം. ആയിവാ, ഞാൻ ആ ഒരു സീൻ ഇമാജിൻ ചെയ്യാം. ഇനി രാവിലെ എണീച്ചിട്ട് ബുക്കൊക്കെ എടുത്ത് ടർഫ് കൂടി ഇങ്ങനെ പഠിച്ചു പോകുന്ന. വാവ്, ഞാൻ പണ്ട് നടന്ന് വായിച്ചു പഠിക്കുമ്പോൾ നടന്ന് പഠിക്കാം. അപ്പം അവിടെയൊക്കെ ആണെങ്കിലും രാവിലെ അങ്ങനെ തുറക്കൂല. അപ്പൊ ഞാൻ ഇവിടെ അതിലെ വന്നിട്ട് ഇവിടെ നടന്ന് പഠിക്കും. അപ്പൊ മയിലൊക്കെ വരുന്ന കാണാം. ആര്? മയിലോ ഇവിടെ മയിൽ വരാറുണ്ട്. മയില് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പുറത്തൂടെ ഒക്കെ മറ്റേ പീലിയുള്ള മയിൽ പോയിട്ടുണ്ട്. പീലിയുള്ള മയിൽ പോയി. അതൊക്കെ കാണുമ്പോ ഒരു മെന്റലി ഭയങ്കര ഉറപ്പാണ് കേട്ടോ. എനിക്ക് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടി ഉള്ളിലേക്ക് നാടൻ ആ ഒരു ഇതാണല്ലോ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട്. അതായത് കൊണ്ടോട്ടി ടൗണിലേക്ക് നിസ്സാര ദൂരേ ഉള്ളൂ, എന്നാൽ പോലും ഇത് നമുക്ക് എന്താണ് ഒരു ടൗണിന്റെ ഒരു ആംബിയൻസ് അല്ല, ഇവിടെ ഒരു പക്ക നാടൻ ആംബിയൻസ് ആണ്. കിളികളും സൗണ്ടും ഒക്കെ ഉണ്ട്. കിളികളും സൗണ്ടും അതൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ വൈബ്. എന്റെ വീട് ടൗണിലേക്ക്, അപ്പൊ അമ്മയുടെ വീടിന്റെ അവിടെയൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോ ശരിക്കും അപ്പുറത്താണെങ്കിൽ മറ്റേ പാടമൊക്കെയാണ്. യെസ്, ഇവിടെ നമ്മുടെ റിപ്പീറ്റേഴ്സിന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഫസ്റ്റ് വീക്കിലാണ്. എന്താ എനിക്ക് പറയാനുള്ളത് കാണുന്നവരോട്? വന്നാൽ അടിപൊളിയായിരിക്കും, പഠിച്ചു പോകാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പൊ ആവറേജ് സ്റ്റുഡൻസ് വന്നാലും ബിലോ ആവറേജ് വന്നാലും നന്നായിട്ട് പഠിക്കുന്ന ആൾ വന്നാലും എങ്ങനെയാണെങ്കിലും ഇവിടെ പഠിച്ചു പോകും. ഇപ്പം ഇൻ കേസ് നമുക്ക് ബാക്ക്ലോക്കും പെൻഡിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് നല്ല സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ വന്നാലും ഇവിടെ കുറച്ച് ഇരുന്ന് ഓക്കെ റിലാക്സ് ആയി ഇനി പോയിരുന്നു പഠിക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ഇവിടെ വന്നിരിക്കുന്നു, ഈ കാറ്റൊന്ന് കൊള്ളുന്നു, രാവിലെ പോയി ആ മയിലിനെ ഒന്ന് കാണുന്നു, 11:45 രാജധാനി എക്സ്പ്രസ് വിമാനം കാണുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് മൊത്തത്തിൽ ഒന്ന് മൈൻഡ് റെഡി ആവുന്നുള്ളത് തന്നെയാണ്. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോളെ ഇങ്ങോട്ട് വിടുമായിരുന്നോ? അതിന്റെ മെയിൻ റീസൺ ആയിട്ട് ഇങ്ങോളെ എങ്ങനെ അപ്പോൾ ഓള് പറയും എനിക്ക് ചേച്ചി പോട്ട് അത്ര താല്പര്യമില്ല എന്ന് അനിയത്തി പറയുകയാണെങ്കിൽ ഓളെ എന്ത് പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാം? ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ് മെയിൻ റീസൺ. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും വാർഡന്മാര് മെന്റേഴ്സ് ഇവരൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും. പിന്നെ ഫുഡിന്റെ പറയോ? ഫുഡാണ് മെയിൻ. അത് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞങ്ങളുടെ എടുത്തപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡാണ് ഇവിടുത്തെ മെയിൻ. എന്റെ വേറെ ഫ്രണ്ട്സും വേറെ ഇതിലൊക്കെ റിപ്പീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഞാനിങ്ങനെ ഇവിടെ ചിക്കനാണ്, മന്തിയാണ്, ബിരിയാണി. നമുക്കിപ്പോൾ വെള്ളിയാഴ്ച ആണെങ്കിൽ ചിലപ്പോൾ മന്തി ആയിരിക്കും, ബിരിയാണി. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സാമ്പാറൊക്കെ വെള്ളം പോലെ ആ ഒരു ഇതാണ് വരിക. വെറൈറ്റി ആണ്. ഇപ്പൊ ഒരാഴ്ച തന്നെ പല ഫുഡ് റിപ്പീറ്റ് അടിച്ച് വരില്ല, പിന്നെ നെക്സ്റ്റ് ആഴ്ചയെ വരുള്ളൂ. അപ്പൊ പുട്ട്, രാവിലെ പുട്ട്, ദോശ, അപ്പം, ഇടിയപ്പം, അങ്ങനത്തെ സംഭവങ്ങള്. ഉച്ചയ്ക്കാണെങ്കിൽ ചോറുണ്ടാവും, വെള്ളിയാഴ്ച ആണെങ്കിൽ മന്തിയോ ബിരിയാണിയോ, ഞായറാഴ്ച നെയ്ച്ചോറ്, പിന്നെ രാത്രി വെജ് ആണെങ്കിൽ നോൺ വെജ്, നോൺ വെജ് ആണെങ്കിൽ വെജ്. മച്ചാനെ അത് പോരളിയാ വേറെ എന്താണ്? ഓക്കെ, യെസ്, അങ്ങനെയെങ്കിൽ നമുക്ക് മെല്ലെ ഉപസംഹരിച്ചാലോ. അതാ നമ്മൾ ആ ഒരു ഗേറ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് നിന്നാണ് തുടങ്ങിയത്. ഇവിടെയുള്ള ടർഫിൽ നമ്മൾ തീർക്കാൻ പോവാണ്. ഇത്രയൊക്കെയാണ് രേവതിക്ക് പറയാനുള്ളത്. ആരതി, രേവതി, ശ്രീവല്ലി ആരാ അറിയോ? പുഷ്പലല്ലേ? ഓക്കെ, സോ രേവതിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. രേവതി, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്തു. ഇനിയിപ്പോ റിപ്പീറ്റേഴ്സ് ഉണ്ടാവൂലോ വരുന്നത്, അപ്പൊ അവർക്ക് നല്ലൊരു ഓപ്ഷനാണ് എസ്കോള, എജിപോർട്ട്, നിങ്കല് എല്ലാം. ഇവിടെ വന്ന് നമുക്ക് അങ്ങനെ റിപ്പീറ്റേഴ്സ് ആ പഠിക്കുന്നതിന്റെ സ്ട്രെസ് ഉണ്ടാവും, അല്ലാണ്ട് വേറെ ഒരു രീതിയിൽ നമുക്കിപ്പോ പെട്ടെന്ന് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല, വീട്ടുകാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, പിള്ളേർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മാറിക്കോളും. അങ്ങനെയൊക്കെയാണ്. വേറെ ഇവിടെ ഒരു ബോൾ ഉണ്ടായിരുന്നു, ഒരു ഗോൾ അടിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകുന്നല്ലോ.